ഒരു വാർത്താ സമ്മേളനത്തിലൂടെ പി വി അൻവറിനെ തള്ളുകയാണ് എം വി ഗോവിന്ദൻ എന്നുള്ളതാണ് പി വി അൻവർ അതിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുന്നത്. പക്ഷേ റിദ്വാൻ ഫാസിൽ കൊലപാതകത്തിന്റെ ദുരൂഹതകളെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയുകയാണ്. അതിൽ പറയുമ്പോൾ പോലും പി വി അൻവർ പറയുന്നത് ഈ അന്വേഷണങ്ങളിൽ എനിക്ക് വിശ്വാസമൊക്കെയാണ്, പക്ഷേ എന്ന് പറയുമ്പോൾ പോലും അട്ടിമറിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഞാൻ പൊതുജന സമക്ഷത്തേക്ക് തെളിവുകൾ വെക്കുന്നു എന്ന മുഖവരോടുകൂടിയാണ് പറയുന്നത്. അപ്പോൾ ആ അന്വേഷണ സംഘത്തിൽ വിശ്വാസമില്ല എന്ന് ഈ സായാഹ്നത്തിലും പറയുകയാണ് പി വി അൻവർ. ശ്യാനന്ദ് കൊച്ചുകൂടി, ഇന്നത്തെ എം വി ഗോവിന്ദൻ്റെ വാർത്താ സമ്മേളനത്തിൽ താങ്കൾ കാണുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ നേരത്തെ കെ ആർ ഗോപകൃഷ്ണൻ പറഞ്ഞതുപോലെ പി വി അൻവറിനെ പറ്റി പണ്ട് നിങ്ങൾ പറഞ്ഞിരുന്നത് ഇദ്ദേഹം പരിസ്ഥിതി ദ്രോഹിയായ ഒരു പിന്തിരിപ്പനായ ഒരു എന്ന് പറഞ്ഞാൽ പി വി അൻവറിനെക്കുള്ള വിശേഷം ഒരു പേപ്പറിൽ എഴുതിക്കൊണ്ടെന്ന് വായിക്കുകയായിരുന്നു. അപ്പോൾ അതിപ്പോൾ ഈ സമയത്ത് എടുത്തു പറയേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ പി വി അൻവറിനെ യഥാർത്ഥത്തിൽ തള്ളുകയാണോ അല്ലെങ്കിൽ പരോക്ഷമായെങ്കിലും കൊള്ളുകയാണോ സി പി എം? ആനന്ദ് വെച്ചുകൂടി. അല്ല ഹാഷ്മി, പി വി അൻവറിനെ കൊള്ളാനും തള്ളാനും പറ്റാത്ത അവസ്ഥയിലാണ് ഈ പാർട്ടി, അല്ലെങ്കിൽ ഒഫീഷ്യലി ഔദ്യോഗികമായിട്ട് ഗോവിന്ദൻ മാഷ് പാർട്ടി സെക്രട്ടറി എന്ന നിലയ്ക്ക് അദ്ദേഹം ആ കസേരയിൽ ഇരുന്ന് മാധ്യമപ്രവർത്തകരെ അഭിസംബോധന ചെയ്യുമ്പോൾ അദ്ദേഹം അങ്ങനെ ഒരു ഒരു ധർമ്മസങ്കടത്തിൽ തന്നെയാണ് അദ്ദേഹത്തിന് പ്രതികരിക്കാൻ കഴിയുകയുള്ളൂ. കാരണം അദ്ദേഹത്തിന് പോലും താല്പര്യമുള്ള ഒരു കാര്യമാണ് അൻവർ ചെയ്യുന്നതെങ്കിലും ഇങ്ങനെ ഇപ്പോൾ അൻവറിനെ പോലെ ഒരു ഇപ്പോൾ അദ്ദേഹം ശശിക്കെതിരെ പരാതി തന്നിട്ടില്ല എന്ന് പറയുന്നു. അൻവർ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കിയാൽ അൻവർ പറയുന്നുണ്ട്, അൻവറിന്റെ വാക്കുകളാണ് ഞാൻ പറയുന്നത്, അദ്ദേഹത്തെ മലപ്പുറം എസ് പിക്കെതിരെ അദ്ദേഹം ആദ്യം പത്രസമ്മേളനം നടത്തുക അല്ലെങ്കിൽ അദ്ദേഹം ആദ്യം വിമർശനം ഉന്നയിക്കുമ്പോൾ പ്രസംഗിക്കുമ്പോൾ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്യുന്നു. അദ്ദേഹം ഫോൺ എടുക്കുന്നില്ല. അദ്ദേഹം 13 ദിവസം ഫോൺ എടുക്കാതെ, അല്ലെങ്കിൽ പി ശശിയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള ആൾക്കാരെയോ ഒക്കെ അറിയാമല്ലോ, മറ്റേ രാകേഷ് ഉണ്ട്, അല്ലെങ്കിൽ പി എം മനോജ് ഉണ്ട്, ഇതുപോലെയുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അഡീഷണൽ സെക്രട്ടറി ഉണ്ട്, അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സി എം രവീന്ദ്രനുണ്ട്, മിക്കവാറും ഇവരിൽ ആരെങ്കിലും ഒക്കെ ആയിരിക്കും അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യുന്നത്. അദ്ദേഹം അവരുടെ ഒന്നും ഫോൺ എടുക്കുന്നില്ല. പക്ഷേ ഇതെല്ലാം പരസ്യമായിട്ട് വിളിച്ചു പറയുന്നതിന് ശേഷം മാത്രമാണ് അദ്ദേഹം അല്ലെങ്കിൽ മുഖ്യമന്ത്രി സി എം ഒയിൽ നിന്ന് മാത്രമല്ല ഫോൺ വന്നത്, പാർട്ടി ഓഫീസിൽ നിന്ന് വന്നു എന്നും പറയുന്നുണ്ട്. അതെ, പാർട്ടി ഓഫീസിൽ നിന്ന് വന്നുവെന്നും പറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ കുന്തമുന നേരെ ചെന്ന് തറയ്ക്കുന്നത് പി ശശിയിലേക്കും എം ആർ അജിത് കുമാറിലേക്കും ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫീസ് CMO അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് തന്നെയാണ് നേരെ ചെന്ന് തറയ്ക്കുന്നത്. ഇപ്പൊ അദ്ദേഹം ഗോവിന്ദൻ മാഷിനെതിരെയോ അല്ലെങ്കിൽ പാർട്ടിക്കെതിരെയോ അല്ല അദ്ദേഹം പട നയിക്കുന്നത്, വളരെ വ്യക്തമാണ്. അദ്ദേഹം പട നയിക്കുന്നത് പാർട്ടിയിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ചുറ്റിപ്പറ്റിയപ്പോഴുള്ള ഒരു ഉപജാപക സംഘം. അത് പക്ഷെ നേരെ ചെന്ന് തറയ്ക്കുന്നത് മുഖ്യമന്ത്രിയിലേക്കാണ് എന്ന് മനസ്സിലാക്കിയ മുഖ്യമന്ത്രി എം ആർ അജിത് കുമാറിനെ എതിരെ പോലും നടപടിയെടുക്കാതെ, അങ്ങനെ ഉപജാപക സംഘത്തിനെതിരെ മാത്രമാണ് അൻവറിന്റെ നീക്കമെങ്കിൽ താങ്കൾ തന്നെ പറഞ്ഞതുപോലെ അത് പരസ്യമായി പറയേണ്ടതില്ല. ഇപ്പോൾ അൻവറിന് മുഖ്യമന്ത്രിയെ പോയി കാണാനാണോ പാട്? അൻവറിന് എം വി ഗോവിന്ദനെ പോയി കാണാനാണോ പാട്? അതൊന്നും ചെയ്യാതെ ഇപ്പം അൻവർ തന്നെ പറയുന്നു, ഞാൻ സ്പെസിഫിക്കായി ഞാൻ മനഃപൂർവ്വം ചെയ്തതാണ്, ഇത് ഞാൻ പൊതുജനത്തോട് പറഞ്ഞിട്ട് മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട അധികാര കേന്ദ്രങ്ങളിലേക്ക് പോകുന്നുള്ളൂ എന്ന് ഞാൻ തീരുമാനിച്ചതാണ്. അപ്പോൾ എൻ്റെ ചർച്ചയിൽ എൻ്റെ ഇൻ്റർവ്യൂവിൽ ഞാൻ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ തീരുമാനം, അത് തൽക്കാലം ഇപ്പോൾ പറയുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ വളരെ എവിഡൻ്റായി അങ്ങനെ തന്നെ ആ പ്രോസസ്സ് അങ്ങനെ പോയാൽ മതി എന്ന് തീരുമാനം അൻവറിൻ്റെതാണ്. തീർച്ചയായും അൻവറിന്റെ പിറകിൽ നിൽക്കുന്ന ആൾക്കാരുടെയുമാണ് ഇത്. ആദ്യം ഇ പി ജയരാജനെയാണ് വെട്ടിവീഴ്ത്തിയത്. ഇ പി ജയരാജനെ വെട്ടിവീഴ്ത്തിയതിന്റെ ഒരു പശ്ചാത്തലം, കഴിഞ്ഞ ജൂലൈയിലെ സെക്രട്ടേറിയറ്റില് 4 ചോദ്യങ്ങൾ ഇ പി ജയരാജൻ എം വി ഗോവിന്ദനെ പേരെടുത്ത് പറയാതെ 4 ചോദ്യങ്ങൾ ചോദിച്ചു, അതിന് ഉത്തരം കൊടുത്തിട്ടില്ല എന്ന് മാതൃഭൂമി പത്രം കഴിഞ്ഞ ഞായറാഴ്ച വളരെ വ്യക്തമായിട്ട് എഴുതിയിരുന്നു. 4 ചോദ്യങ്ങളും അവർ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അവർക്ക് കൃത്യമായ സോഴ്സുകളിൽ നിന്ന് സെക്രട്ടേറിയറ്റിലെ ഏതോ അംഗം തന്നെ പറഞ്ഞു കൊടുത്ത ചോദ്യങ്ങളാണ്, ഈ കാര്യങ്ങളാണ് അവർ അത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ വെച്ച് നോക്കിയാൽ ആദ്യം ഇപ്പൊ ഇ പി ജയരാജനെ എം വി ഗോവിന്ദനും സംഘവും ചേർന്ന് കൃത്യം ബ്രാഞ്ച് സമ്മേളനങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് പുറത്താക്കിയിരിക്കുന്നു. ഇനിയിപ്പോൾ അടുത്ത ആള് പി ശശിയാണ്. പി ശശിയെ പുറത്താക്കുന്നതിന് മുമ്പ് എം ആർ അജിത് കുമാറിനെ പുറത്താക്കണം. എം ആർ അജിത് കുമാർ പുറത്തായി കഴിഞ്ഞാൽ പിന്നെ പി ശശിയെ ഈ ബ്രാഞ്ച് സമ്മേളനങ്ങളും സംസ്ഥാന സമ്മേളനം എത്തുമ്പോഴേക്കും പി ശശിയുടെ കാര്യം ഒരു വഴിയാകും എന്ന് ഗോവിന്ദൻ മാഷിനും അല്ലെങ്കിൽ പാർട്ടിയിൽ ഇപ്പോൾ പിണറായി വിരുദ്ധ ചേരിയിലുള്ള എല്ലാവർക്കും അറിയാം. പക്ഷെ ഇപ്പോൾ ഗോവിന്ദൻ മാഷിന് ഇങ്ങനെ അല്ലാതെ ഒരു നിലപാടെടുക്കാൻ പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ ആർക്കൊക്കെതിരാണ്? ഒന്ന്, സംസ്ഥാനത്തെ ക്രമസമാധാന പാലനത്തിന്റെ ചുമതലയുള്ള ADGPക്കെതിരെ എന്തൊക്കെ ആരോപണങ്ങളാണ്? വളരെ ഗൗരവ സ്വഭാവമുള്ള ഗുരുതരമായ ആരോപണങ്ങൾ. അതിന്റെ ഭാഗമായി അദ്ദേഹം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയുടെ സംരക്ഷണയിൽ നിന്നുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നതാണ് രണ്ടാമത്തെ ആരോപണം.
മൂന്നാമത് ഈ ADGPയെ മുന്നിൽ നിർത്തി മുഖ്യമന്ത്രി RSS ബന്ധമുണ്ടാക്കാൻ ശ്രമിച്ചു എന്ന പ്രതിപക്ഷത്തിന് ആരോപണം ഉന്നയിക്കാൻ പാകത്തിലുള്ള ചില വിവരങ്ങളും PV അൻവറിന്റെ ഈ വിവാദ പരാമർശങ്ങളിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ 3 ആരോപണങ്ങളെയും ചേർത്ത് വെച്ച് നോക്കുമ്പോൾ ഇത് 3ഉം പോയിന്റ് ചെയ്യുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്കാണ്. അത് ക്രമസമാധാന പാലനത്തിന് ചുമതല വഹിക്കുന്ന ADGPക്കെതിരെയുള്ളതായാലും അദ്ദേഹത്തെ സംരക്ഷിക്കുന്നു എന്ന ആരോപണം ഉന്നയിക്കുന്ന മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയുടെ കാര്യത്തിലായാലും ADGPയെ മുന്നിൽ നിർത്തി BJP RSS ബന്ധത്തിന് ശ്രമിക്കുന്നു എന്ന ആക്ഷേപമായാലും ഇതെല്ലാം പോയിന്റ് ചെയ്യുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്കാണ്. അങ്ങനെ പോയിന്റ് ചെയ്യപ്പെട്ട ആരോപണങ്ങളിൽ പാർട്ടി ആ ആക്ഷേപങ്ങൾ പരിശോധിക്കാൻ വിമുഖത കാണിക്കുന്നുണ്ട് എന്ന് താങ്കൾ MP ഗോവിന്ദന്റെ വാർത്താ സമ്മേളനത്തിൽ മനസ്സിലാക്കുന്നുണ്ടോ? അതല്ല പാർട്ടിക്കകത്ത് തന്നെ ഒരു വിഭാഗത്തിന്റെ ആസൂത്രിതമായ നീക്കമാണ് PV അൻവറിലൂടെ പുറത്തു വരുന്നത് എന്നാണ് താങ്കളുടെ നിരീക്ഷണമെങ്കിൽ അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന എന്ത് വാദമാണ് താങ്കൾക്കുള്ളത്? അല്ല, ഇത് പാർട്ടിക്കുള്ളിൽ തന്നെ പ്രമുഖരായ കണ്ണൂർ നേതാക്കളുടെ തന്നെ താല്പര്യത്തിന്, കണ്ണൂരും കോഴിക്കോടുമുള്ള പ്രമുഖ നേതാക്കളുടെ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ വന്ന ഒരു കാര്യം തിരുവിതാംകൂറിലെ കുറച്ച് നേതാക്കളും അവരെ പിന്തുണയ്ക്കുന്നുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷെ ഗോവിന്ദൻ മാഷ് അദ്ദേഹം ഇന്ന് പത്രസമ്മേളനം നടത്തുമ്പോഴും സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടുമ്പോഴും അദ്ദേഹമല്ല ഇപ്പോഴും പാർട്ടിയെ നിയന്ത്രിക്കുന്നത്. ഇപ്പോഴും പാർട്ടിയെ നിയന്ത്രിക്കുന്നത് പിണറായി വിജയൻ തന്നെയാണ്. ഇത് ആത്യന്തികമായി പിണറായി വിജയനെ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണെന്ന് പിണറായി വിജയന്റെ കൂടെ നിൽക്കുന്ന ബഹുഭൂരിപക്ഷം സെക്രട്ടേറിയറ്റ് അംഗങ്ങൾക്കും ഇപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അവർ അവിടെ സെക്രട്ടേറിയറ്റിൽ ഇവരുടെ ഡെമോക്രാറ്റിക് സെൻട്രലിസം അവിടെ ഭൂരിപക്ഷം ഉണ്ടെങ്കിലല്ലേ ഒരു കാര്യം അവർക്ക് സെക്രട്ടേറിയറ്റിൽ തീരുമാനമെടുക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ EP ജയരാജനെ പുറത്താക്കിയത് തന്നെ 4 പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ കൂടിയപ്പോൾ മുഖ്യമന്ത്രി ഒഴിച്ച് 3 അംഗങ്ങൾ ഗോവിന്ദൻ മാഷും വിജയരാഘവനും MA ബേബിയും പിന്തുണച്ചതുകൊണ്ടാണ് EP ജയരാജനെ പുറത്താക്കാൻ പറ്റിയത്. അവിടെ മുഖ്യമന്ത്രി ഒരാളായി മാറി, 4 പേരിൽ ഒരാളായി മാറി. അതുപോലെ സെക്രട്ടേറിയറ്റിൽ ഗോവിന്ദൻ മാഷിന്റെ കൂടെ നിൽക്കുന്ന ആൾക്കാർ എത്ര പേരുണ്ട്? മുഖ്യമന്ത്രിയേക്കാൾ കൂടുതലുണ്ടോ? അല്ലെങ്കിൽ ഭൂരിപക്ഷത്തിന്റെ കൂടെ ഗോവിന്ദൻ മാഷിന് ഇപ്പോൾ നിൽക്കാൻ നിർവാഹമുള്ളൂ? ഇതെല്ലാം മുഖ്യമന്ത്രിയെ തന്നെ ലാക്കാക്കിയിട്ടുള്ളതാണ്. പക്ഷെ അത് ഒറ്റയടിക്ക് മുഖ്യമന്ത്രിക്ക് നേരെ തിരിച്ചാൽ ഈ അൻവറിന്റെയും ഇപ്പോൾ സൈബർ ലോകത്ത് ഇവർക്കെല്ലാം കിട്ടുന്ന പിന്തുണ, ജലീലിനും അൻവറിനും എല്ലാം കിട്ടുന്ന പിന്തുണ ഒറ്റയടിക്ക് ഇല്ലാതാവുകയും ഇവരെല്ലാം പാർട്ടി വിരുദ്ധന്മാരായിട്ട് മുദ്ര കുത്തപ്പെടുകയും ഇവർക്ക് UDF-ലേക്കും പോകാൻ പറ്റാതെ, LDF-ലേക്ക് നിൽക്കാനും പറ്റാതെ, BJP-ലേക്കും പോകാൻ പറ്റാതെ ഇവർ PC ജോർജിന്റെ അവസ്ഥയിൽ എത്തും എന്നുള്ളത് കൊണ്ട് ശരിയാണ് താങ്കൾ പറയുന്ന വാദം ക്ലിയർ ആണ്. ആ വാദം ക്ലിയർ